ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതാ ഇന്ന് വന്നിരിക്കുന്നത് എന്താ പറയുക, രാവിലത്തെ കുറച്ച് തിരക്കുള്ള കാര്യങ്ങൾ, സൺഡേയിലത്തെ, പിന്നെ പൂരത്തിൻ്റെ ആഘോഷം, പൂരമല്ല പൂയം, പിന്നെ കുറച്ച് കമൻറ്റുകൾക്കുള്ള മറുപടി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ രാവിലെ തന്നെ പണി കിട്ടി. ഇതാ നമ്മുടെ സിങ്കിൻ്റെ ആ കപ്പിൻ്റെ ഭാഗമുണ്ടല്ലോ, അതങ്ങനെ തന്നെ ഊരിപ്പോന്നു. വെള്ളം ഒഴിക്കണത് തലേദിവസം ഇങ്ങനെ താഴത്തേക്ക് പോരുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒക്കെ നേരെ വെച്ച് പാത്രമൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ചേട്ടൊക്കെ എടുത്ത് ക്ലീൻ ചെയ്തൊക്കെ നോക്കി. അപ്പോൾ വാഷ് ഇടാൻ നോക്കിയിട്ട് പറ്റില്ല, സൂര്യ ഉദിക്കണേ ഉള്ളൂ. അപ്പോഴേക്കും ഞാൻ എൻ്റെ അലക്കൊക്കെ കഴിഞ്ഞ്, അലക്കാനാണ് ഏറ്റവും നമുക്ക് മുറ്റത്ത് അലക്കാനല്ലേ ബുദ്ധിമുട്ട്. അപ്പോൾ അലക്കൊക്കെ കഴിഞ്ഞു, അത് വിരിച്ചിടലും പരിപാടിയൊക്കെ കഴിഞ്ഞു. സൂര്യൻ വന്നപ്പോഴേക്കും എൻ്റെ തുണി വിരിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത് അങ്ങനെ തന്നെ ഒരു സെറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും. 150 രൂപ അങ്ങോട്ടാണ്. അപ്പോൾ അത് ചേട്ടൻ പോയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നു. അതിനോടൊപ്പം തന്നെ ചിക്കനും കൂടി വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ ഈ പുറത്തേക്ക് പോകണ്ടല്ലോ, സൺഡേ ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ പെയിൻ്റ് അടിയുടെ ദിവസമായിരുന്നു. അപ്പോൾ അന്നത്തെ ഡേ ആൻഡ് മൈ ലൈഫാണിത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പൂയം പിറ്റേ ദിവസത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങളും ഉണ്ട് കേട്ടോ ഇതിൽ. പിന്നെ കൂട്ടുകാരെ കുറച്ച് ചോദ്യങ്ങൾക്കുള്ള മറുപടി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കണം, ചോദ്യങ്ങൾക്കുള്ള മറുപടി കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. അപ്പോൾ അത് ചേട്ടൻ ഇങ്ങനത്തെ ടിക്കുമത്ത് പണികളൊക്കെ കുറേശ്ശെ അറിയാം. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് നമ്മൾ പുറത്തുനിന്ന് ആളെ വിളിക്കാന്ന് വെച്ചാൽ ഒരു എക്സ്ട്രാ 250 കൂടി കൊടുക്കേണ്ടി വരും. പിന്നെ അവർക്കും ജീവിക്കണ്ടേ, അത് വേറെ കാര്യം. നമ്മളും അവരും ഒക്കെ ജീവിക്കാൻ പാടുപെടുന്നവരല്ലേ. അങ്ങനെ ചേട്ടൻ അതൊക്കെ റെഡിയാക്കി, അത് ഫിറ്റ് ചെയ്ത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല അത് ഫിറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ഞാൻ വേഗം ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് വന്നു കേട്ടോ. കുറച്ച് കൂടുതൽ ക്യാരറ്റൊക്കെ എടുത്തു. അത് ചോപ്പറുള്ളത് കൊണ്ട് അതിൽ വേഗം അങ്ങോട്ട് അരിഞ്ഞെടുക്കാം. കുറച്ച് നാൾ ചോപ്പർ ഇല്ലാണ്ടിരുന്ന എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഫിറ്റ് ചെയ്തു. അങ്ങനെ ഇനി പാത്രം കഴുകാമെന്നുള്ള നിലയിലേക്ക് എത്തിയപ്പോൾ എനിക്ക് സമാധാനം കിട്ടിയിട്ടോ കുറച്ച്. അല്ലെങ്കിൽ ഭയങ്കര ടെൻഷനായിരുന്നു രാവിലെ. പിന്നെ ഞാൻ എന്താ കടുകൊക്കെ പൊട്ടിച്ചു, അതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസും ഇഞ്ചിയും പച്ചമുളകും ഉപ്പുമാവും ഉണ്ടാക്കുക ആർക്കറിയാത്ത എല്ലാം അതിട്ട് വാഴ്ച കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ നമ്മുടെ റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വറുത്ത റവയാണ്, എന്നാലും ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്നും കൂടി വറുക്കും. അപ്പോഴാണ് നല്ല പൊടിഞ്ഞിരിക്കുന്ന ഉപ്പുമാവ് കിട്ടുക കേട്ടോ. എനിക്കിങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ഉപ്പുമാവ് അത്ര ഇഷ്ടമല്ല. കൂട്ടുകാർക്ക് അതെങ്ങനെയാണെന്ന് പറഞ്ഞോളൂ കേട്ടോ. കുഴഞ്ഞിരിക്കുന്നതാണോ, ചിലവർക്ക് അങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ഉപ്പുമാവാവും ഇഷ്ടം, ചിലവർക്ക് പൊടിപൊടിയായിട്ടിരിക്കുന്നതാണ്. കൂട്ടുകാർക്ക് ഏതാണ് ഇഷ്ടം അതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാനങ്ങനെ അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കും, പൊടിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. കൂടെ ഉപ്പും കൂടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. കെറ്റിലിൽ ഒപ്പം അവിടെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല വറവാകുമ്പോൾ നമുക്ക് എത്ര വറക്കണോ അതിനനുസരിച്ച് വറക്കാം കേട്ടോ. വറവാകുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കും. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഒപ്പത്തിനൊപ്പം നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടണ വരെ വെള്ളം ഒഴിക്കും. അത് കഴിഞ്ഞിട്ട് മൂടി അങ്ങോട്ട് വെക്കും കേട്ടോ. മൂടി വെച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ആ വെള്ളമൊക്കെ അത് റവ കുടിച്ചെടുത്തോളും. പിന്നെ ഞാൻ മൂടി വെച്ച് തുറക്കുമ്പോഴേക്കും 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും സെറ്റായിട്ട് ഇരിപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു കയ്യിലോ ചട്ടകോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് കുത്തി ഇങ്ങനെ ചെറുതാക്കി എടുക്കുക കേട്ടോ. വലിയ ബുദ്ധിമുട്ടില്ല അങ്ങനെ കുത്തിയെടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ കുത്തിയെടുത്ത് പിന്നെ കുറച്ച് നാളികേരം കൂടി ഇടും കേട്ടോ. നാളികേരം ഇടുമ്പോഴാണ് എനിക്ക് കൂടുതലിഷ്ടം. കൂട്ടുകാർ നാളികേരമൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ടോ റവ ഉപ്പുമാവ്? അങ്ങനെ ആ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചു. അപ്പോഴേക്കും ചിക്കൻ മേടിച്ചോണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അതിപ്പോൾ അവിടെ അതിൻ്റെ അടിഭാഗത്ത് പൈപ്പ് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കണുള്ള ചേട്ടൻ. അപ്പം ഞാൻ വിചാരിച്ച് വേഗം ചിക്കൻ കഴുകിയെടുക്കാം. കാക്കകളുണ്ടല്ലോ ചുറ്റും, ഇങ്ങനെ അത് ഒരു കഷ്ണം എടുക്കാൻ വല്ല വഴിയുണ്ടോ എന്ന് ആലോചിച്ചിട്ട് ടെറസിൻ്റെ മുകളിലും പപ്പായയുടെ മുകളിലും ഒക്കെ അങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ അവരൊക്കെ ചീത്തയൊക്കെ പറയുന്നുണ്ട്. ഞാൻ അവരോടൊക്കെ സംസാരിക്കുന്ന സ്വഭാവമൊക്കെ എനിക്കുണ്ട് കേട്ടോ. കാക്കകളോടൊക്കെ, കാക്കയായാലും പട്ടിയായാലും പൂച്ചയായാലും ഒക്കെ ഞാൻ അതിനോട് സംസാരിക്കും. അവർക്ക് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. മനസ്സിലാവണുണ്ടെന്നാണ് എനിക്ക് തോന്നാറ്. അവർ അത് റിപ്ലൈ ചെയ്യണ പോലെയും തോന്നാറുണ്ട് കേട്ടോ. അതിനനുസരിച്ച് കൂട്ടുകാർക്ക് ആർക്കെങ്കിലുമൊക്കെ ഉണ്ടായി ഇങ്ങനത്തെ സ്വഭാവമൊക്കെ. എന്നെ പോലെ ഭ്രാന്താർക്കും ഉണ്ടാവില്ല അല്ലേ. അങ്ങനെ എനിക്ക് അവറ്റങ്ങളൊക്കെ ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ടായിരിക്കാം. അങ്ങനെ ചിക്കൻ കഴുകി ഇങ്ങോട്ട് പോന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഉപ്പുമാവ് ഉണ്ടാകുമ്പോൾ കുറച്ച് ഫ്രൈ ആക്കി എടുക്കാം. ചിക്കൻ വാങ്ങിച്ചുകൊണ്ടിരുമ്പോൾ നമുക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. എന്നെ സംബന്ധിച്ചിട്ടാണ്, എനിക്ക് വാങ്ങിച്ചുകൊണ്ടിരുമ്പോൾ അതിപ്പോൾ കഴിക്കണം ഭയങ്കര കൊതി പോലെ തോന്നും. എന്നാൽ അതൊക്കെ വെച്ച് കഴിയുമ്പോൾ എനിക്കത് വേണ്ട, ഇഷ്ടമില്ലാത്ത പോലെ തോന്നും. പിന്നെ വലിയ കാര്യമായിട്ടൊന്നും ഞാൻ കഴിക്കില്ല. അങ്ങനെയാണ് സാധാരണ ഓടി വന്നു കേട്ടോ കാക്കകൾ. അപ്പോൾ ഞാൻ കുറച്ച് ബോൺലെസ് ചിക്കൻ പീസുകൾ എടുത്തിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒത്തിരി ഉപ്പും കൂടി ഇട്ട് കുറച്ച് സോയ സോസും കൂടി ഒഴിച്ചു കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. ക്രിസ്പി ആവണമെങ്കിൽ നമ്മൾ സോയ സോസ് ഒഴിക്കേണ്ട. കുറച്ച് അരിപ്പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലവറോ അങ്ങനെയൊക്കെ ചേർത്താൽ മതി. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്
അതൊന്ന് വറുക്കാനിട്ടു. പിന്നെ വെളിച്ചെണ്ണ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നെയ് പീസും കൂടി എടുത്തു കേട്ടോ. അതിൽ ചിക്കനിൽ നെയ് പീസുകളൊക്കെ ഉണ്ടാവുമല്ലോ. എല്ലാ പാട പോലത്തെയൊക്കെ ഞാൻ എടുത്ത് കളയും, പക്ഷേ നെയ് പീസുകൾ എടുത്ത് കളയില്ല. അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ അതവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വറവായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ചേട്ടൻ എന്തെങ്കിലും നാളികേരം എന്നൊക്കെ പറയണേ, ചോറ് വാർക്കാനായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇത്തിരി സവോളയും തക്കാളിയും കൂടി ലാസ്റ്റ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്നുവെച്ചാൽ ആ വെളിച്ചെണ്ണ ഇങ്ങനെ നിൽക്കണു വറവായപ്പോൾ. അപ്പോൾ പിന്നെ ചെറിയൊരു ഗ്രേവി ഉണ്ടെങ്കിൽ അത് നല്ലതാണെന്ന് തോന്നി. ഉപ്മാവിൻ്റെ കൂടെയല്ലേ കഴിക്കുന്നത്. ഉപ്മാവിൻ്റെ കൂടെ ആരെങ്കിലും ചിക്കൻ കഴിക്കണവരുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. എനിക്ക് അപ്പം തോന്നിയൊരു ആഗ്രഹമാണ് കേട്ടോ. അങ്ങനെ സവോളയും അരിഞ്ഞെടുത്തു, ഒരു പകുതി സവോള മാത്രം അരിഞ്ഞെടുത്തു. അപ്പോഴേക്കും ചേട്ടൻ അവിടെ ചോറ് വാർത്തേക്കുണ്ട്. ചോറ് തലേദിവസം റെഡിയാക്കി വെച്ചു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ പെയിൻ്റ് അടിയൊരു ദിവസമാണ്. അങ്ങനെ ആ സവോളയും 2 പച്ചമുളകും തക്കാളിയൊക്കെ ഇടാം. ഞാൻ സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. പെട്ടെന്ന് തന്നെ ആ സവോള അങ്ങോട്ട് വഴണ്ട് കിട്ടും. വലിയ ഒരു സമയം എടുക്കില്ല നമുക്ക്. അത് കഴിഞ്ഞ് കുറച്ച് ചേട്ടന് മല്ലിയില ഇടാണ്ട് വലിയ വിഷമമായിരുന്നു. മല്ലിയില ഉണ്ടായിരുന്നില്ല കയ്യിൽ. അപ്പോൾ മുറ്റത്തുനിന്ന് കുറച്ച് മല്ലിയില പൊട്ടിച്ച് അതുകൊണ്ടിട്ടു. പിന്നെ ഞാൻ ഇത്തിരി കുരുമുളക് ചതച്ചതും മസാലപ്പൊടി ചിക്കൻ മസാല ഇട്ട് കൊടുത്തു. അപ്പോഴും എനിക്ക് ടേസ്റ്റ് പോരാൻ തോന്നി. അപ്പോൾ ഞാൻ ഇത്തിരി നാരങ്ങ പിഴിഞ്ഞ് വെച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ അവസാനിപ്പിച്ചു. ഞങ്ങൾ ഉപ്മാവും ചിക്കനും പഴം ഉണ്ടായിരുന്നു. എന്നാലും ഇവിടെയുള്ളവരുടെ ഒരു പ്രത്യേകത എന്നിട്ടാന്ന് പറയുക, സ്പൈസി ആയിട്ടുള്ളതാണ് കൂടുതൽ ഇഷ്ടം. പ്രത്യേകിച്ച് എനിക്കും ശ്രീകുട്ടനും കേട്ടോ. ആദിത്യനും ചേട്ടനും മധുരത്തിനോട് ഇത്തിരി ഇഷ്ടം കൂടുതലുണ്ട്. പക്ഷേ എനിക്കും ശ്രീകുട്ടനും മധുരത്തിനോട് ഒട്ടും ഇഷ്ടമില്ല. എന്നാൽ അലുവയൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യും, ഇല്ല എന്നല്ല. പക്ഷേ ആ ഒരു ഇഷ്ടമില്ല, മധുരത്തിനോട് അത്ര ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത്തിരി ഹെവി ആയിട്ട് കഴിച്ചാലാണ് ഒരു 3 മണി വരെയെങ്കിലും നമുക്ക് പെയിൻ്റ് അടിക്കാനൊക്കെ നിൽക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ നന്നായിട്ട് ഉപ്മാവും ചായയും ചിക്കനൊക്കെ കൂട്ടി കഴിച്ചു. പിന്നെ 3 മണി വരെ നമ്മുടെ പെയിൻ്റ് അടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. 3 മണി 4 മണിയൊക്കെ ആയിട്ടാണ് ഉച്ചക്കലത്തെ ഫുഡ് കഴിച്ചത്. അപ്പോൾ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കന് ബാക്കിയുള്ള ചിക്കനൊന്നും വെക്കണത് കാണിച്ചില്ല. എന്താ വെച്ചാൽ എപ്പോഴും ചിക്കൻ കറി തന്നെ കാണിച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാനത് കുക്കറിൽ എല്ലാതും കൂടി ഇട്ടിട്ട് അടിച്ചിട്ടുണ്ട്. ചേട്ടൻ നേരത്തെ അവിടെ പെയിൻ്റ് അടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എന്തായാലും അടുക്കളപ്പണി കഴിഞ്ഞിട്ട് പോകാമെന്ന് ചോദിച്ചു. പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് പെയിൻ്റ് അടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് നല്ല ക്ഷീണമായിരിക്കും. പിന്നെ അടുക്കളപ്പണി ചെയ്യാൻ വലിയ ഒരു ഇൻട്രസ്റ്റ് എനിക്ക് ഉണ്ടാവില്ല. അപ്പം അത് കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ കുക്കറിൽ നിന്ന് ഞാൻ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് ഇത്തിരി സവോളയും തക്കാളിയും പച്ചമുളകും കുരുമുളകും ചിക്കൻ മസാലയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് എന്ത് പോരായിട്ടുണ്ടെങ്കിൽ ഈ നേരത്തെ ഇട്ടാൽ മതി കേട്ടോ. ടേസ്റ്റ് ആയിക്കോളും. ചിക്കൻ ഇത്തിരി കൂടുതൽ കുരുമുളക് പൊടിച്ചിട്ട് അത് തന്നെ അടിപൊളി ആയിക്കോളും. പിന്നെ അത് അവിടെ കിടന്ന് കണ്ടിട്ട് അങ്ങനെ വരട്ടി അങ്ങനെ എടുത്തു കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. ആ നേരത്തെ എനിക്കൊരു ഷോർട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു, അതും കൂടി ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അടുക്കളയൊക്കെ വൃത്തിയാക്കി. പിന്നെ ഞാനും ചേട്ടൻ്റെ കൂടി പെയിൻ്റ് കടി അവിടെ നടന്നു. പിന്നെ ചേട്ടന് കുറച്ച് കഴിയുമ്പോൾ സംഭാരം കിട്ടണം. അപ്പോൾ കുറച്ച് മോരെടുത്ത് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് നാരകത്തിൻ്റെ ഇലയാണ് കേട്ടോ അത് ഇട്ടു. പിന്നെ ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് ഉപ്പും കൂടിയിട്ട് കുറച്ച് ഐസും വെള്ളമൊക്കെ ഇട്ടു. എന്നാലും തണുപ്പ് പോരാൻ തോന്നി. പിന്നെ കുറച്ച് നേരം കൂടി ഒന്ന് ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ രണ്ടാളും എടുത്ത് കുടിച്ചു. ആ നേരത്തെ 5 ശ്രീകുട്ടൻ ഫോൺ വിളിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. പിന്നെ ആദിത്യൻ കുടിച്ചപ്പോഴാണ് എനിക്കതൊന്ന് ഗ്ലാസ്സിൽ ഒഴിക്കുന്നത് ഷൂട്ട് ചെയ്ത് തന്നത്. അതോടുകൂടി നമ്മുടെ എന്താ പറയുക, ഇതിൻ്റെ സ്റ്റാൻഡിലുണ്ടല്ലോ ഫോണിൻ്റെ സ്റ്റാൻഡ്, അങ്ങനെ അവൻ്റെ കയ്യിൽ നിന്ന് പൊട്ടുകയും ചെയ്തു കേട്ടോ. അങ്ങനെ ഇതൊന്ന് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞതായിരുന്നു. അത് കഴിഞ്ഞ് കണ്ടിട്ട് ഞാൻ പിന്നെ അന്നത്തെ വീഡിയോ അങ്ങനെ അവസാനിപ്പിച്ചു. പിന്നെ നമ്മൾ പെയിൻ്റ് അടിച്ചതിൻ്റെയും ഹോം ടൂറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഹോം ടൂർ കാണാത്തവരൊന്ന് പോയി കാണണേ. പിന്നെ ഞാൻ വൈകുന്നേരം പിറ്റേ ദിവസം തിങ്കളാഴ്ച വൈകുന്നേരത്തെ ഒരു കാര്യങ്ങളാണ്. അപ്പോൾ അന്ന് പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നിറയെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചൊരു അവിയൽ വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കറികളൊക്കെ ഇങ്ങോട്ട് അവസാനിപ്പിക്കാം, കളയണ്ടല്ലോ. അങ്ങനെ വെച്ചിട്ട് അതരിഞ്ഞ് വേഗം ഫ്രിഡ്ജിലോട്ട് വെച്ചു. പിന്നെ ഞാൻ തണ്ണിമത്തൻ എടുത്തിട്ട് ചെറിയൊരു ജോലി കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ തോന്നില്ല പണിയെടുക്കണതിൻ്റെ ഇടയിൽ. അപ്പോൾ തണ്ണിമത്തൻ കാണുമ്പോൾ അതാണല്ലോ ഇപ്പോൾ ചൂടായ കാരണം വെറുതെ കുത്തിയിട്ട് ഇത്തിരി മധുരം ഇട്ടിട്ട് അതങ്ങനെ ജ്യൂസാക്കി കുടിച്ചു. പിന്നെ ഞാൻ മസാലക്കറി ഉണ്ടാക്കി കേട്ടോ. ദോശമാവ് വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മസാലക്കറി ഉണ്ടാക്കി വെച്ചു. പൂയാണ്. അപ്പം അമ്പലത്തിൽ പോകാനായിട്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും ഒരുക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ശ്രീകുട്ടനും ഒന്നും ഇല്ലല്ലോ, പിന്നെ വേറെ ഗസ്റ്റുകളൊന്നുമില്ല. അപ്പോൾ ആദിത്യൻ മാത്രമല്ല, ആദിത്യനാണെച്ചാൽ വെല്ലിച്ചിൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ കൂടുതലും. വെല്ലിച്ചിൻ്റെ കൂടെ നിന്ന് നെയ്ച്ചോറ് എത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ചിക്കൻ ആണെച്ചാൽ ഞായറാഴ്ചത്തെ ബാലൻസ് ഉണ്ടായിരുന്നേം ചെയ്തു. പിന്നെ വേറെ സ്പെഷ്യലായിട്ടൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല. ഞങ്ങളിതാ യാത്രയായി. ചേട്ടനങ്ങനെ ക്യാമറയിൽ വരുമ്പോൾ ഇത്തിരി ചമ്മലുണ്ട്, എന്നാലും വരാൻ ഇഷ്ടമാണ് താനും കേട്ടോ. അത് കാരണം കൊണ്ടാണ് ഞാൻ അതിൽ പിടിച്ചിടുന്നത്. അപ്പോൾ ആദ്യത്തെ അവിടെ ഭയങ്കര മേക്കപ്പാണ്.
മേക്കപ്പ് ഒന്നുമില്ല കേട്ടോ. ഞാനും ചേട്ടനും ലുക്കൊന്നും പ്രത്യേകിച്ച് പറയാനുള്ളതൊന്നുമില്ല. മുന്നേ കാണിച്ച ചുരിദാറും ഡ്രസ്സുകളൊക്കെ തന്നെയാണ്. അത് കാരണം കൊണ്ട് ഞാൻ കാണിച്ചില്ല. പിന്നെ ഞങ്ങൾ വെറുതെ ഒരു തമാശയ്ക്ക് ഒരു ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, പോയാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. ജോലിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു, എനിക്ക് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം പിന്നെ ചേട്ടന് ലീവ് എടുത്തില്ല. ഞാൻ ലീവ് എടുക്കാണ്ട് ഞാനില്ലാണ്ട് പിന്നെ എന്തിട്ട് പോയെന്നൊക്കെ പറഞ്ഞ് ചേട്ടന് ഇത്തിരി ഇഷ്ടക്കുറവ് വന്നു. അങ്ങനെ പോയി പോണ വഴിക്കൊക്കെ 3-4 സെറ്റ് കാവടിയൊക്കെ കണ്ട് പിന്നെ നേരെ അമ്പലത്തിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഉണ്ടാവാറ് പതിവില്ല. എന്നിട്ട് ഞങ്ങളിതാ കേരളപ്പള്ളിയിൽ ആ മല മുഴുവൻ കയറി, ആ സൈഡിൽ കൂടെ ഉള്ള വണ്ടി പോണ വഴിയുണ്ടല്ലോ, അതിൽ കൂടെ കയറി കോണി ഇറങ്ങി താഴത്തേക്ക് വന്നു. അപ്പോൾ അവിടെ ശിങ്കാരി മേളം ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാ പോണ വഴിക്ക് ഇത് ഷൂട്ട് ചെയ്തപ്പോൾ അയാൾ പറയണേ, ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റില്ല, അതിന് കാശ് കൊടുത്ത് വാങ്ങിക്കണം എന്ന്. ചിലപ്പോൾ നമ്മളെപ്പോലുള്ളവർ ട്രോളുണ്ടാവും. ആദ്യം ഈ കമ്മലാണ് എടുത്തത്, പക്ഷെ ഇത് എടുത്താൽ മതിയായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടാണ്. പിന്നെ ഞാൻ എനിക്കുള്ള പോലെ തന്നെ ഏകദേശമാണ് വേറെ ഒരെണ്ണം എടുത്തത്. പിന്നെ അങ്ങനെ ദാ അമ്പലത്തിൻ്റെ അങ്ങോട്ട് കയറാൻ പോവുകയാണ് കേട്ടോ. കയറി അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് കോണിപ്പടി ഇറങ്ങി താഴത്തേക്ക് വന്ന് ഇങ്ങോട്ട് അവിടെ നിന്ന് കാണുക ചെയ്തത്. പിന്നെ അതിനിടയ്ക്ക് ഐസ്ക്രീമൊക്കെ കഴിച്ചു. ബ്ലാക്ക് കറണ്ടിൻ്റെ ഐസ്ക്രീമാണ് കഴിച്ചത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യത്തെയും ബട്ടർ സ്കോച്ച് കഴിച്ചു. ചേട്ടൻ പിന്നെ എപ്പോഴും മാംഗോ ബാറാണ് കേട്ടോ. എങ്ങോട്ട് പോയാലും മാംഗോ ബാർ കഴിക്കുന്ന ആളാണ് ചേട്ടൻ. പണ്ട് ഞാൻ ചോക്കോ ബാറായിരുന്നു. പിന്നെ ഞങ്ങളവിടെ സീറ്റൊക്കെ പിടിച്ച് നല്ല ചിങ്കാരി മേളവും കാവടിയൊക്കെ കുറച്ച് നേരം, കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ഒരു ആശ്വാസത്തിലിരുന്ന് ഞാനിങ്ങനെ പിന്നെ അങ്ങനെ ഷൂട്ട് ചെയ്യാനായിട്ട് വെളിച്ചങ്ങനെ അടിച്ചിട്ടേ, ക്യാമറയിലേക്ക് വെളിച്ചടിച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യുന്നത് അത്ര ക്ലിയർ ആയിരുന്നില്ല. ഇതേപോലെ പേപ്പറൊക്കെ വലിച്ചെറിയുന്നുണ്ടായിരുന്നു. ഇനി ബാക്കിയുള്ള വിശേഷങ്ങളും കൂടി കാണാം. ഉറക്കം വന്നിട്ട് ഏട്ടാ ശബ്ദം കൊടുക്കണേറ്റ് മുന്നേ കൂട്ടുകാരെല്ലാവരും അമ്മ എവിടെ പോയി എന്ന് ചോദിച്ചിട്ടുണ്ട്, അമ്മയും അച്ഛനും എവിടെ പോയി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മറുപടി ഈ വീഡിയോ കൂടെ തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ കുറേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ മരിച്ചു 1 വർഷമായി. അപ്പോൾ അത് ചിലവരെങ്കിലും ആ വീഡിയോകളൊന്നും കണ്ടിട്ടില്ല. ഞാൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറേ കമൻറ്റ് കണ്ടു. അതുപോലെ അമ്മ എവിടെ പോയി എന്ന് പറഞ്ഞു. അമ്മ ഇപ്പോൾ ചേട്ടൻ്റെ കൂടെയാണ് കേട്ടോ നിൽക്കുന്നത്, നാത്തൂൻ്റെ കൂടെയും പൂ മാറി. അതങ്ങനെ മാറി മാറി ആളുടെ ഇഷ്ടത്തിന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മയുടെ അച്ഛൻ്റെ കാര്യം ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഫ്ലോർ മാറ്റിൻ്റെ ഇതിനൊക്കെ ലിങ്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ കമൻറ്റിൻ്റെ അടിയിൽ ലിങ്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ലിങ്ക് ആ കമൻറ്റിൻ്റെ അടിയിൽ തരാത്തത്. പിന്നെ ഒന്നാമത്തേൽ എൻ്റെ ഫ്ലിപ്കാർട്ട് ഈ വീഡിയോ എടുക്കണതിൻ്റെ ഇടയിൽ ഡിലീറ്റ് ചെയ്ത് കളയും, എന്നുവെച്ചാൽ ആ സ്ഥലം പോരാണ്ട് വരുമ്പോഴേ. അപ്പോൾ അതിൻ്റെയും അപ്പോൾ കയറ്റണ നേരത്ത് ഞാൻ വാട്സപ്പിൽ ഒരു ഹായ് ഇട്ട് വെക്കും കേട്ടോ. അപ്പം ഞാൻ കയറ്റണ നേരത്ത് അതിലേക്ക് അങ്ങോട്ട് വയ്ക്കാം, ഇടാം ഫ്ലോർ മാറ്റിൻ്റെ. അപ്പോൾ ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈല് ഇട്ടിട്ടില്ല, അത് കാരണം കൊണ്ടാണ് കണ്ടു, അല്ലാണ്ടിരിക്കുന്നു കേട്ടോ, അവർക്ക് വന്നിട്ടാണ്. അപ്പോൾ അത് ഞാൻ ചെയ്യാം. പിന്നെ വേറെ എന്നിട്ട് കുറേ ആൾക്കാർ നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര സപ്പോർട്ടായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് ഹാപ്പിയായി. ഞാൻ ഇപ്പോൾ നമ്മുടെ വീഡിയോ എടുക്കുന്ന സ്റ്റാൻഡേ വീണിട്ട് പൊട്ടിപ്പോയി, സെൽഫി സ്റ്റിക്കിലാണ് ഈ പിടിച്ചേക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ താഴത്ത് വെക്കണോണ്ട് കുഴപ്പമില്ല, പക്ഷേ ഹൈറ്റ് ശരിക്കും കിട്ടില്ല. അപ്പം പിന്നെ ഇതിന് ഇത്ര ബലം പോരാ, നമ്മളൊന്ന് ശ്രദ്ധിക്കണം, ഫോണിന് കനം കൂടുതലാണ്. അപ്പം അങ്ങനെ പിന്നെ ചോദിച്ചതേ ഫ്ലോർ മാറ്റിൻ്റെ ക്ലീനിങ് എങ്ങനെയാണെന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത്ര അങ്ങോട്ട് ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഉപയോഗിച്ചിടത്തോളം എനിക്ക് അതുമ്പോൾ അഴുക്കൊക്കെ ആവണുണ്ട്. പിന്നെ പരമാവധി മാറ്റുകൾ നന്നായിട്ട് കയറി വരുന്നിടത്തും ഇവിടെയൊക്കെ മാറ്റുകൾ, മറ്റുള്ള മാറ്റുകൾ നന്നായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാലുമ എന്തായാലും അതിൽ ചവിട്ടി വരുമ്പോഴേക്കും ഇവിടേക്ക് അഴുക്ക് അങ്ങോട്ട് എത്തില്ല. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്നാമത്തെ കാര്യം അടിക്കുക എന്നുള്ളതാണ്. ബ്രഷ് വെച്ച് അടിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും പോവുക, ഇറുക്കിലി ചൂലും കുഴപ്പമില്ല, പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കാൻ കിട്ടണില്ല. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ പതുക്കെ ഫോർമാറ്റ് ഒന്നും ഇങ്ങോട്ട് നീക്കിയിട്ട് സാധാരണ നേരത്തേക്ക് തട്ടിയിടും. അങ്ങനെ അടിച്ച് തട്ടിയിടാൻ പറ്റുന്നുണ്ട്, എന്നിട്ട് അവിടെ നിന്ന് വാരിക്കളെ, അങ്ങനെയാണ് കേട്ടോ ചെയ്യണത്. പിന്നെ ചോദിച്ചേക്കണത് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ അതിൻ്റെ ശുശ്രൂഷയാണ് ചോദിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഒന്നുമില്ല കേട്ടോ. ഞാൻ വെച്ചിരിക്കണതൊക്കെയും തണലത്തിരിക്കേണ്ട ചെടികളാണ്, അതുകൊണ്ട് അതിന് വലിയ ഒരു കുഴപ്പം കാണാനില്ല. ദിവസം ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഞങ്ങളെ മുറിയിലത്തെ ഒട്ടും കുഴപ്പമില്ല. പിള്ളേരുടെ റൂമിലത്തെ കുറച്ചും കൂടി ഒരു വാട്ടുണ്ട്, വെച്ചാൽ മോൾ ഭാഗത്ത് ചൂടത്ര ആയതുകൊണ്ടും. പിന്നെ ഞാനും ചേട്ടനും ഇവിടെ വെള്ളം ഒഴിക്കും. അവിടെ എന്ന് വെച്ചാൽ ആദ്യം വെള്ളം ഒഴിക്കുന്നുണ്ട്, എന്നാലും അത് ഇത്തിരീച്ചൊക്കെ വെള്ളം ഒഴിക്കണേ. അപ്പം അതിൻ്റേത് ചെറിയ വാട്ടം മുകളിലത്തെ ചെടികൾക്കുണ്ട്. പക്ഷേ ഈ റൂമിലത്തെ ചെടികൾ ഒരു കുഴപ്പമില്ല, നല്ല ഫ്രഷായിട്ടായിട്ടിരിക്കുന്നത്. നമ്മൾ വെള്ളം ഒഴിക്കണം, അതും കുറേശ്ശെ ഒഴിക്കാൻ പറ്റുള്ളൂ.
പിന്നെ ഇപ്പോൾ ഈ 2 ചെടി എന്ന് പറയുന്നത് വെയിൽ ചൂടധികം വേണ്ടാത്തതാണ്. അപ്പോൾ ഓക്കെ, അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പം ഇനി അടുത്ത ആഴ്ചയിലൊക്കെ ചെടിത്തോട്ടം ഉണ്ടാക്കണതും പച്ചക്കറി തോട്ടം ഉണ്ടാക്കണതൊക്കെ വീഡിയോ ഒക്കെ ഇടാൻ എനിക്കും ഭയങ്കര ആഗ്രഹങ്ങളാണ്. അതൊക്കെ ചെയ്യാനായിട്ട് കൂട്ടുകാരത് കാണിക്കാനും കൂട്ടുകാർക്കത് കാണാനും ഇഷ്ടമാണെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് ഇപ്പം ഞാൻ കൂട്ടുകാർ നാളെ രാവിലെ പറയണേ, പക്ഷേ എനിക്കിപ്പോൾ ഗുഡ് നൈറ്റാണ് കേട്ടോ, ഉറക്കം വന്നിട്ട് വയ്യ. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.